ശ്രീ എൻ ശ്രീകുമാർ, കോൺഗ്രസിനും യു ഡി എഫിനും അനുഗ്രഹമാകുകയായിരുന്നുവല്ലോ കെ സുരേന്ദ്രൻ BJP സംസ്ഥാന പ്രസിഡന്റായിരിക്കുന്നത്. അത് പാലക്കാടും പ്രതിഫലിച്ചു. കാരണം സ്ഥാനാർത്ഥി നിർണയം ഗത്യന്തരമില്ലാതെ നടത്തിയതാണെന്ന് ഒരു പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ തന്നെ സമ്മതിക്കുന്ന കാഴ്ചയാണ് ഇന്നുണ്ടായത്. നോക്കൂ മഞ്ജുഷേ, ഇവിടെ നടന്ന ചർച്ചകളൊക്കെ കേട്ടു. പക്ഷേ നമ്മൾ വ്യക്തി കേന്ദ്രീകൃതമായ രീതിയിലേക്ക് പോകുന്നത് യാതൊരു അർത്ഥവുമില്ല. ഇപ്പൊ കെ സുരേന്ദ്രന് പകരം വേറെ ആളായിരുന്നു സംസ്ഥാന പ്രസിഡന്റെങ്കിൽ പാലക്കാട്ട് BJP ജയിക്കും എന്ന തരത്തിൽ ചിന്തിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഗണിക്കുന്നതോ ഒന്നും ഒരിക്കലും ശരിയല്ല. സുരേന്ദ്രന് പകരം നാളെ വേറൊരു നേതാവ് വന്നാലും BJPയുടെ അവസ്ഥയ്ക്ക് അത് തന്നെയാണ്. സത്യത്തിൽ എന്താണ് പാലക്കാട് BJPയുടെ പ്രശ്നം ചോദിച്ചാൽ അവരുടെ രാഷ്ട്രീയമായ സമീപനങ്ങൾ നിലപാടുമാണ്. അതായത് കെ സുരേന്ദ്രൻ പറയുന്നതിൽ ജനങ്ങൾക്ക് വിശ്വാസ്യതയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കെ സുരേന്ദ്രൻ എന്ന് വെച്ചാൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നേ അർത്ഥമുള്ളൂ. അദ്ദേഹം കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത് 35 സീറ്റ് കിട്ടിയാൽ കേരളം ഭരിക്കുമെന്നാണ്. അതുപോലെ പാലക്കാട്ട് പറഞ്ഞത് എന്താ, കോൺഗ്രസ് 3ാം സ്ഥാനത്തെത്തും. കാരണം ഇതൊക്കെ പറയുന്നത് ആരോടാണ്? ദിവസവും പത്രം വായിക്കുന്ന TV കാണുന്ന ജനങ്ങളോടാണ്. അപ്പൊ അവർക്ക് വിശ്വാസ്യതയില്ല. കാരണം ഇയാൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നേരം വെളുത്ത് കഴിഞ്ഞിട്ട് കോൺഗ്രസ് 3ാം സ്ഥാനത്താവും, BJP ജയിക്കും എന്നൊക്കെ പറഞ്ഞ എന്തൊരർത്ഥത്തിൽ അതൊക്കെ പറയുന്നത്? അപ്പൊ വിശ്വാസ്യത ഇല്ലാത്തതുകൊണ്ടാണ് വോട്ട് കുറഞ്ഞത്. പാലക്കാട് നഗരസഭാ പ്രദേശത്തെ 4000 വോട്ടുകൾ കോൺഗ്രസിന് കൂടി, അതായത് UDF കൂടി. CPMന്റെ അഭിപ്രായത്തിൽ അത് വേറെ കുറെ പേരുടെ വോട്ടാണ്. CPMനാണെങ്കിൽ 850 വോട്ട് കൂടി. BJPക്ക് വോട്ട് കുറഞ്ഞു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പൊ BJPക്ക് വോട്ട് കുറഞ്ഞത് കൃഷ്ണകുമാർ മത്സരിച്ചിട്ടാണോ അല്ലെങ്കിൽ ശ്രീകുമാർ മത്സരിച്ചിട്ടാണോ എന്നുള്ളതല്ല. അവിടെ മത്സരിച്ചത് BJP ആണ്. അവിടുത്തെ നയം BJPയുടെ നയമാണ്. അവരുടെ ചിഹ്നം താമരയാണ്. പക്ഷെ ജനം വോട്ട് ചെയ്തില്ല. കൃഷ്ണകുമാറിന്റെ മുഖത്തേക്കല്ല വോട്ട് കൂത്തുന്നത്, താമര ചിഹ്നത്തിലല്ലേ വോട്ട് കൂത്തുന്നത്. അപ്പൊ താമര ചിഹ്നത്തിൽ വോട്ട് കൂത്താതിരുന്നത് എന്തുകൊണ്ടാണെന്ന് അന്വേഷിച്ചാൽ കേരളത്തിൽ LDFും UDFും തമ്മിലാണ് മത്സരം. കോൺഗ്രസിനെതിരാണ് LDF, കോൺഗ്രസിനെതിരാണ് BJP. കോൺഗ്രസിനെ തോൽപ്പിക്കാൻ താല്പര്യമുള്ളവർ BJP ഇഷ്ടപ്പെടുന്നില്ല. അവരെക്കാളും ശക്തി LDFനാണ്. അതുകൊണ്ട് LDFന്റെ ഒപ്പം നിൽക്കുന്നു. BJP പറയുന്നതിലൊന്നും വിശ്വാസ്യതയില്ല, അതുകൊണ്ട് അവരെ എതിർക്കുന്നു. ഇതാണ് എന്റെ പച്ചയായ പരമാർത്ഥം. അപ്പൊ നാളെ സുരേന്ദ്രനെ മാറ്റിയിട്ട് നാളെ വേറൊരാളെ പിടിച്ച് പ്രസിഡന്റ് ആക്കിയാൽ കേരളം ഒന്ന് തൂത്തുവായിരുന്നൊക്കെ കരുതിയാൽ എന്താ അർത്ഥമുള്ളത്? പാലക്കാട് നഗരസഭാ അധ്യക്ഷയോട് ചോദിച്ചോ എന്നുള്ളതോ അല്ലെ പാലക്കാട് നേതാക്കളോട് ചോദിച്ചോ എന്ന ചോദ്യങ്ങളോടൊന്നും എനിക്ക് യാതൊരു താല്പര്യവുമില്ല. കാരണം ഒരു പാർട്ടി അതിന്റെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് ഒരുപാട് ഘടകങ്ങൾ കണക്കിലെടുത്തിട്ടാണ്. അല്ലാണ്ട് അതിന് അടിസ്ഥാനപരമായി ഒരു വാർഡ് പ്രസിഡന്റ് പറയാൻ ഇവിടെ ഇന്ന ആളെ ജയിക്കുള്ളൂ എന്ന് പറയുന്നത് അതൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ്. നേരെ മറിച്ചൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കും. പാർട്ടി നേതൃത്വത്തിന് അഭിമതനാണോ? 1. അയാൾ പാർട്ടി നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന ആളാണോ? 2. അയാൾ പാർട്ടി നേതൃത്വത്തിനെതിരെ നിൽക്കുന്നയാളാണോ? 3. അയാൾക്ക് സാമ്പത്തികമായ ശേഷിയുണ്ടോ? 4. അയാൾക്ക് ജനങ്ങളെ വശീകരിക്കാനുള്ള കഴിവുണ്ടോ? 5. ഇതൊക്കെയാണ് നോക്കുക. അത് നഗരസഭാധ്യക്ഷയുടെ പേരായിരിക്കും. ആ പേര് എനിക്ക് കാണണമെന്നില്ല. ഒരു സ്ഥാനാർത്ഥി നിർത്തുമ്പോൾ അത് CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ഒരുപാട് ഘടകങ്ങൾ നോക്കും. എന്തുകൊണ്ടാണ് പാലക്കാട് CPM P സരിനെ സ്ഥാനാർത്ഥിയാക്കിയത്? അവർക്ക് വേറെ സ്ഥാനാർത്ഥികൾ ഇല്ലാത്തതുകൊണ്ടാണ് എന്നുള്ള ആരോപണം ഉന്നയിക്കാമെങ്കിലും ആളുകളുണ്ടല്ലോ പാലക്കാട്ട്. പക്ഷെ നിർത്തിയില്ല. എന്താണ് കാരണം? അവർക്ക് വേറെ ചില ദുരുദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള BJPക്ക് എന്തെങ്കിലും താല്പര്യം കാണും. അന്ന് സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ഈ സംസ്ഥാനത്തെ സെക്രട്ടറിമാരും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളൊന്നും BJPയുടെ നേതാക്കളൊക്കെ എവിടെയായിരുന്നു? അവര് സുരേന്ദ്രനോട് പറയണമായിരുന്നു കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ല എന്ന്. എന്നിട്ട് പറയാതിരുന്നിട്ട് എന്താ കാര്യം? ശോഭാ സുരേന്ദ്രൻ BJPയിലെ പടലപ്പിണക്കവും ഗ്രൂപ്പുകളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം, എല്ലാവർക്കും അറിയുന്ന കാര്യം. സജീവമായിട്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് എന്താ BJP വിട്ടത്? കെ സുരേന്ദ്രൻ പ്രസിഡന്റ് ആയതുകൊണ്ട് എന്താ അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം പറഞ്ഞെന്താണ്? കെ സുരേന്ദ്രന്റെ ചില നിലപാടുകളോട് എനിക്ക് യോജിപ്പില്ല, കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ BJP ഇവിടെ വളരില്ല. അത് സന്ദീപ് വാര്യരുടെ അഭിപ്രായം. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ആ പാർട്ടി വിട്ടങ്ങ് പോയി. കാരണം എന്താണ്? സുരേന്ദ്രനെ തൽക്കാലം മാറ്റില്ല. സുരേന്ദ്രന്റെ ഇവിടെ ഇപ്പൊ രാജ്യപ്രഖ്യാപനം നടത്തിയെങ്കിലും കേന്ദ്ര BJP നേതൃത്വം സുരേന്ദ്രനെ മാറ്റിയിട്ട് എന്ത് ചെയ്യാനാണ്? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിൽ സുരേന്ദ്രനെ മാറ്റിയിട്ട് ആരെ പ്രസിഡന്റ് ആക്കും? ഒരുപാട് പേര് അവിടെ പ്രസിഡന്റ് ആകാൻ കാത്തിരിക്കുകയാണ്. എന്നിട്ട് ആരെങ്കിലും അപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. ശോഭാ സുരേന്ദ്രനെ പ്രസിഡന്റ് ആക്കിയെന്ന് വെക്കുക. ശോഭാ സുരേന്ദ്രനെ പ്രസിഡന്റായ കേരളം BJP തൂത്തുവാരും എന്ന് മഞ്ജുഷ വിചാരിക്കുന്നുണ്ടോ? അപ്പൊ അതല്ല വിഷയം. എന്താണെന്ന് വെച്ചാൽ BJPയുടെ നയങ്ങൾ കേരളത്തിൽ ആവശ്യമില്ല. കേരളത്തിൽ BJPയെ സത്യത്തിൽ ജനങ്ങൾക്ക് ആവശ്യമില്ല.
കാരണം എന്തുകൊണ്ടാണ് ശ്രീകുമാർ ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് കൂട്ടുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. അവർക്ക് ജയിക്കുവാനുള്ള ചില പോക്കറ്റുകളുമുണ്ട്. തിരുവനന്തപുരം വേണമെങ്കിൽ അവർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാമായിരുന്നു. അവിടെയും ചില പ്രശ്നങ്ങളുണ്ട്. തൃശ്ശൂരിൽ ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞെടുത്ത് അവർക്ക് ഒരു MPയെ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞു. പാലക്കാട് അവർ വിജയത്തിന് തൊട്ടടുത്ത് വരെ എത്തിയതാണ്. അപ്പോൾ ആ സമവാക്യങ്ങൾ കൃത്യമായിട്ട് രൂപപ്പെടുത്തി വരികയാണ് എങ്കിൽ സാധിക്കാവുന്ന ഒരു കാര്യമാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു സംസ്ഥാന അധ്യക്ഷൻ പരാജയമാകുന്നു എന്ന രീതിയിലുള്ള വിലയിരുത്തൽ പാർട്ടിയിൽ നിന്ന് തന്നെ വരുന്നതും വിമർശനങ്ങൾ വരുന്നതും. അപ്പോൾ അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരാളെ കണ്ടെത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ നേതാക്കളുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ ദേശീയ നേതൃത്വം ആ രീതിയിൽ ചിന്തിക്കുകയുള്ളൂ. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ചില സമവാക്യങ്ങളൊക്കെ ഇവിടെ പാർട്ടിയിൽ മാറുന്നുണ്ടോ എന്ന്. വി മുരളീധരനും കെ സുരേന്ദ്രനും വളരെ അടുപ്പം സൂക്ഷിക്കുന്നവരും ഒരേ ഗ്രൂപ്പിന്റെ ആളുകളുമാണ്. അറിയാമല്ലോ, അത് പാർട്ടിയിൽ അങ്ങനെയാണ്. BJP-യിൽ കൃഷ്ണദാസ് പക്ഷവും വി മുരളീധരൻ പക്ഷവും എന്നാണല്ലോ. അതിൽ കൃഷ്ണദാസ് പക്ഷത്തല്ല കെ സുരേന്ദ്രൻ ഉള്ളത്, വി മുരളീധരനൊപ്പമാണ്. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ വി മുരളീധരൻ പറഞ്ഞത് എന്താണ്? പാർട്ടി അധ്യക്ഷനോടാണ് കാര്യങ്ങൾ ചോദിക്കേണ്ടത് എന്ന്. ഇന്ന് അതിന് മറുപടിയായിട്ട് മറ്റൊരു കാര്യം കെ സുരേന്ദ്രൻ പറയുകയാണ്. അത് ആ സമവാക്യങ്ങൾ മാറുന്നതിന്റെ സൂചനയാണ്. അതുകൂടി കേട്ടു നോക്കാം. കെ സുരേന്ദ്രൻ ഇന്ന് പറഞ്ഞത് വി മുരളീധരൻ പറഞ്ഞതിനുള്ള മറുപടിയായിട്ട്. നോക്കൂ, വി മുരളീധരൻ എന്ന് പറയുന്ന ഞങ്ങളെ നേതാവിനെയും എന്നെ തമ്മിൽ തെറ്റിക്കാനാണ് നിങ്ങളുടെ പുതിയ ഉദ്ദേശമെങ്കിൽ നടപ്പില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും 3 ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിരുന്നു.